ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ്സും ഒബ്ജക്റ്റിനെയും പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജാവയ്ക്കകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറേ ഒബ്ജക്ട്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ്സിന് അതിൻ്റേതായ കുറേ ബിഹേവിയർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എടുക്കുന്നത് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു വെഹിക്കിൾ ഒരു ക്ലാസ്സാണ്. അതിനകത്തിൽ എന്തൊക്കെയുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, ബസ്സുണ്ട്, ട്രെയിനുണ്ട്, എയർപ്ലെയിൻ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ സബ് പാർട്ടും എന്താ, ഓരോ ഒബ്ജക്ട്സ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എടുക്കുന്നത് കാർ. ഓക്കെ, കാർ ഒരു ഒബ്ജക്റ്റാണ്, ബൈക്ക് ഒരു ഒബ്ജക്റ്റാണ്, എയർപ്ലെയിൻ ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും എന്തുണ്ട്, ഓരോ ബിഹേവിയർ ഉണ്ട്, അതിൻ്റേതായ ഓരോ സ്റ്റേറ്റ് ഉണ്ട്, ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാവയ്ക്കകത്തിൽ നമ്മൾ ക്ലാസ് എഴുതുമ്പോൾ ക്ലാസ് നെയിം, ഈ ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡാണ്. ക്ലാസ് നെയിം എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് നെയിം, അതിനുശേഷം കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡേറ്റ മെമ്പേഴ്സ് എഴുതും. ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുമ്പം എക്സാമ്പിൾ ഇൻറ്റ് എ കൊടുത്തു, ഇതൊരു ഡേറ്റ മെമ്പറാണ്. ഓക്കെ, അതിനുശേഷം അടുത്ത ക്യാർ ബി കൊടുത്തു, ഇതൊരു ഡേറ്റ മെമ്പേഴ്സാണ്. അപ്പോൾ വേരിയബിൾസിനെയാണ് നമ്മൾ ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് എങ്ങനെ എഴുതുന്നത്, മെത്തേഡ്സ് നമ്മൾ പബ്ലിക് എന്താണ് ആക്സസ് സ്പെസിഫയേഴ്സ് അത് കൊടുത്തു. ഇനി റിട്ടേൺ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഇനി ഇവിടെ ഒരു മെത്തേഡിന് നെയിം, ഒരു ഫങ്ഷൻ നെയിം കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു മെത്തേഡിനെ കോൾ ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആയിരിക്കും, മെത്തേഡ്സ്. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് വരുന്ന കോമൺ കാര്യങ്ങളാണ് ഡേറ്റ മെമ്പേഴ്സും മെത്തേഡ്സും. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രൂപ്പാണ്, ഒബ്ജക്ട്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് കുറേ ഫീൽഡ്സ് ഉണ്ട്. ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഡേറ്റ മെമ്പേഴ്സിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടു, ഓരോ ഫംഗ്ഷന് വേണ്ടി ഓരോ മെത്തേഡ്സ്. ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മെത്തേഡുണ്ട്, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡുണ്ട്. അപ്പോൾ ഓരോ മെത്തേഡ്സ് ഉപയോഗിക്കും. ഇനി കൺസ്ട്രക്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് കൺസ്ട്രക്റ്റർ. ഒരു ക്ലാസ്സിൻ്റെ എന്താണോ കോപ്പി, ആ ഒരു കാർബൺ കോപ്പി ആയിരിക്കും ഈ കൺസ്ട്രക്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്സ് ഉണ്ട്, ഓരോ ക്ലാസ്സിനതിലും കുറേ ബ്ലോക്സ് ഉണ്ട്. അതായത് ഒരു പ്രോഗ്രാം നമ്മളിങ്ങനെ വെറുതെ അങ്ങ് എഴുതുമല്ലോ, ഓരോ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്, ബ്ലോക്സ് ഉണ്ട്. പിന്നെന്താ, നെസ്റ്റഡ് ക്ലാസ്സും ഇൻ്റർഫേസും ഉണ്ട്. ക്ലാസ്സിനകത്ത് തന്നെ വീണ്ടും ഒരു ക്ലാസ് നമുക്ക് എഴുതാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർഫേസ് ഉണ്ട്. ഇൻ്റർഫേസ് എന്താണെന്ന് ഉള്ളത് നമ്മൾ ഊപ്സ് കൺസെപ്റ്റ് വരുമ്പോൾ നമ്മളവിടെ പറയുന്നുണ്ട് ഇൻ്റർഫേസിനെ പറ്റിയൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ ക്ലാസ്സിനകത്തിലുള്ള കാര്യങ്ങളാണ് ഫീൽഡുണ്ട്, മെത്തേഡുണ്ട്, കൺസ്ട്രക്ടറുണ്ട്, ബ്ലോക്ക് ഉണ്ട്, അതുപോലെ നെസ്റ്റഡ് ക്ലാസ്സും ഇൻ്റർഫേസും ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്ട്സ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിന് എന്തൊക്കെയുണ്ട്, മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒബ്ജക്ട്സിനകത്ത് പറയുന്നത്. ഒന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏതിൻ്റെയാണ്, അതിന് എന്തിനാണ് അത് റെപ്രസെൻറ്റ് ചെയ്തത്, അതിനാണ് സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കാർ എടുത്തു, അപ്പോൾ കാർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി കാറിന് അതിൻ്റേതായ ബിഹേവിയർ ഉണ്ട്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിന് 4 വീലുണ്ട്, അതിൻ്റെ സ്റ്റിയറിങ്, അതിൻ്റെ ബ്രേക്ക്, ആക്സിലേറ്റർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് ഓരോ കാറും, ഇപ്പോൾ വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്, അതിൽ കാർ എടുത്തു കഴിയുമ്പോൾ ഓരോന്നിനും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പം നമുക്കറിയാം BMW ഫീച്ചേഴ്സ് അല്ല റോൾസ് റോയ്സിന് വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഐഡൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിനകത്തിൽ എന്തൊക്കെയുണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, അതെന്താണോ അതിനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റേതായ കുറേ കോമൺ ബിഹേവിയർ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒബ്ജക്റ്റിനെ എങ്ങനെ ഇൻവോക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ക്ലാസ് നെയിം, ഇനി ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. അപ്പോൾ നമ്മളിവിടെ അവിടെ ക്ലാസ് ഹലോ കണ്ടില്ലേ, അപ്പോൾ ക്ലാസ് ഹലോ ഉണ്ട്. നമുക്കിപ്പോൾ ക്ലാസ് ഹലോ ഉണ്ട്. ഈ ക്ലാസ് ഹലോയുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ക്ലാസ് നെയിം എന്താ, ഹലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹലോ. ഇനി ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിനൊരു നെയിം കൊടുക്കുക, H എന്ന് കൊടുത്തു, ഈക്വൽ ടു
ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ്. ഓക്കെ, ഈ ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഈ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതായത് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റാണ്, ഒബ്ജക്റ്റിൻ്റെ നെയിമാണ് ഈ എച്ച്. ഇതിനൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ക്ലാസ് നെയിം എഴുതി. ക്ലാസ് നെയിം ഹലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഹലോ ആണ് നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിം ഹലോ. ആ ഹലോ കൊടുത്തു, സ്പേസ് ഇട്ടിട്ട് ഒബ്ജക്റ്റിന് നമുക്ക് ഇഷ്ടമുള്ളൊരു നെയിം കൊടുക്കാം. അത് നമ്മൾ കൊടുത്തു. ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞ കീവേഡ്, അതിന് ഒബ്ജക്റ്റിന് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് എടുത്തു. അതിനുശേഷം നമ്മുടെ ക്ലാസ്സാണ്, ക്ലാസ് നെയിമാണ്. അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ. അതായത് ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡേറ്റ മെമ്പേഴ്സിനെ പറ്റിയാണ്. ഈ ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ്സിനകത്തിൽ ഉള്ള കാര്യമാണ് ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കിക്കേ. ഡേറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം. നമ്മൾ മുമ്പ് എഴുതിയായിരുന്നു ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ടൈപ്പാണ്. വേരിയബിൾ നെയിം എ കൊടുത്തു. അപ്പോൾ ഇൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുക്കുക, വേരിയബിൾ നെയിം കൊടുക്കുക, പിന്നെന്താ സെമിക്കോളൻ കൊടുക്കുക. ഇതാണ് ഒരു ഡേറ്റ മെമ്പർ എന്ന് പറയാം. ഒരു ഡേറ്റ മെമ്പറിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.